ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ സമ്മാനം അത് നമ്മുടെ അനുമോൾ കരസ്ഥമാക്കിയത് കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഫോട്ടോസൊക്കെ വന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് റീൽസിലൊക്കെ വന്നപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, അനുമോൾക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ കാറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അനുമോൾ പറയുന്നുണ്ട്, ഇല്ല, അത് ഞാൻ മേടിക്കാൻ പോയിട്ടില്ല, അത് ഞാൻ മേടിക്കാൻ പോകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതാ മേടിക്കാൻ പോയിട്ട് നല്ല അഭിമാനത്തോടെ ആ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ അനുമോൾ ഷെയർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം അത് എടുത്ത് തന്നെ മെൻഷൻ ചെയ്ത് ഒരു കാര്യം പറയുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ റിസീവ്ഡ് ഗ്രേറ്റ്ഫുൾ. ഇതൊരു കാർ മാത്രമല്ല, എൻ്റെ പരിശ്രമത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, നിങ്ങളൊക്കെ നൽകിയ സ്നേഹത്തിൻ്റെ ഫലമാണ്. എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവന്ന എല്ലാ ഓഡിയൻസിനും ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ മാരുതി സുസുക്കി റീന എന്ന് പറയുന്ന അവർക്ക് നന്ദി പറയുന്നുണ്ട്. അപ്പോൾ വോട്ട് ചെയ്ത എല്ലാവർക്കും, ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ആ ഒരു നിമിഷം. മറ്റു വേറൊരാൾക്ക് നന്ദി പറയാനില്ല. കാരണം ബിഗ് ബോസിൽ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആരൊക്കെയാണോ അവർക്കെല്ലാവർക്കും തന്നെയാണ് നന്ദി പറയേണ്ടത്. വളരെ കറക്റ്റായിട്ട് അനുമോൾ അതെല്ലാം നന്ദി ഉൾപ്പെടുത്തിയിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് നല്ല അടിപൊളി സ്റ്റൈൽ സാരിയിലൊക്കെയാണ്. ഒരുപാട് പേര് കമൻറ്റ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിത് നോട്ടീസ് ചെയ്യാൻ, ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാനുള്ളൊരു റീസൺ ഉണ്ട്. ഇത് കേൾക്കുമ്പം കുറച്ച് പേർക്കെങ്കിലും അതെന്തിനാ ചേച്ചി ഇവിടെ പറയുന്നത് എന്ന് തോന്നും. പക്ഷേ എങ്കിലും എനിക്കിത് വളരെ കോയിൻസിഡൻസ് ആണോ, അല്ലെങ്കിൽ ഈവൻ ഞാനത് പേഴ്സണൽ അക്കൗണ്ടിന് ഞാൻ കമൻറ്റ് കൊടുത്തൊരു കാര്യമാണ്. എന്താണെന്നല്ലേ, അനുമോളുമായിട്ട് അല്ലെങ്കിൽ അനുമോളുടെ ആ ഒരു വിജയവും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് വൈറലായി നിന്ന സമയത്ത് കഴിഞ്ഞ സീസൺ ഏറ്റവും കൂടുതൽ പുറത്ത് നിന്നൊരാൾ നല്ല ഗെയിം കളിച്ചിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, PR വിനു ആണ്. അപ്പോൾ വിനുവിൻ്റെ വിഷയങ്ങളും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നല്ല തകർത്ത് വൈറലാകാറുണ്ട്. ആ സമയത്തൊക്കെ അനുമോളുടെ ഒപ്പം തന്നെയായിരുന്നു വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം അനുമോൾ വിനുവുമായിട്ട് ഒന്നിച്ചുള്ള വീഡിയോസും അല്ലെങ്കിൽ ഫോട്ടോസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവർ തമ്മിൽ തെറ്റിയ പ്രശ്നങ്ങളും അങ്ങനെ എന്തൊക്കെയോ കാര്യമായിട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും വളരെയധികം എനിക്ക് അറിയത്തൊന്നുമില്ല. പക്ഷേ ലാസ്റ്റ്ലി ഇവരെന്തായാലും എന്തൊക്കെയോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി എന്ന് മനസ്സിലായി. ബട്ട് ഇന്നലെ ഈ ഒരു വിക്ടോറീസ് എന്ന് പറഞ്ഞ ആ ഒരു കാറുമായിട്ടൊക്കെ ഉള്ളത് ഫോട്ടോസൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്തപ്പോൾ അതിന് ശേഷമാണ്, പക്ഷെ അതിന് മുന്നേ തന്നെ വിനു താറുമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ട്. അതിനുശേഷം അനുമോൾ ഈ ഒരു ഫോട്ടോ ഷെയർ ചെയ്തതിന് ശേഷം, പോസ്റ്റ് ചെയ്തതിന് ശേഷം വിനുവും ഈ പറയുന്ന താറുമായിട്ടുള്ള ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുകൂടി തുടങ്ങാം എന്നുള്ള ഒരു പാട്ടൊക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വീണ്ടും തുടങ്ങാറായി. അപ്പം ഞാൻ പെട്ടെന്ന് അത് മാത്രമാണ് ചിന്തിച്ചത്, ബിഗ് ബോസ് തുടങ്ങാറായല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫണ്ണായിട്ട് വിനുവിൻ്റെ പോസ്റ്റിലൊക്കെ ഞാൻ പോയി കമൻ്റൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് അനുമോളുടെ ഈ ഒരു ഫോട്ടോയും ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടത്. അപ്പോൾ രണ്ടാൾക്കും വണ്ടിയൊക്കെ ഒന്നിച്ച് കിട്ടിയോ, ഇതെന്താണ് ഇത് സംഭവം? അപ്പം ഇന്ന് മോർണിംഗ് ഞാൻ എഗെയിൻ എടുത്ത് സ്ക്രോൾ ചെയ്തിട്ടൊക്കെ നോക്കിയപ്പോൾ കറക്റ്റ് ഞാൻ ഈ ചിന്തിച്ച പോലെ തന്നെ വിനുവിനെ കുറിച്ച് അവിടെ കമൻസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് അനുമോൾക്ക് അവിടെ കാറ് കിട്ടി, ഇവിടെ വിനുവിന് ഇവിടെ താറ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ട് ഒരു ഫണ്ണായിട്ട് തന്നെ നമുക്കിത് കാണാം. പിന്നെ അതുപോലെ തന്നെ അനുമോൾ ഒന്നും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് കാറ് സ്വന്തമാക്കി അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ കപ്പടിച്ചു എന്ന് മാത്രം പറയരുത് പ്ലീസ്. കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസിനകത്തും ബിഗ് ബോസിന് പുറത്തും കഴിഞ്ഞ സീസണിൽ, ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും കൂടുതൽ ഹ്യൂമിലിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ബുള്ളിങ്ങും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് അനുമോളാണ്. അത് അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നതെല്ലാം എതിർത്തും ചെറുത്തും ഒക്കെ നിന്നിട്ടാണ് ആ ഒരു കപ്പ് നേടിയത്. എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്നത് പുറത്തു നിന്ന് നമ്മൾ കണ്ട് കമൻറ്ററി പറയുന്നത് പോലെ ഒട്ടും ഈസി അല്ല. അത് കഴിഞ്ഞ സീസണിലെന്നല്ല, ഒരു ബിഗ് ബോസിൻ്റെ ഏതൊരു സീസൺ എടുത്താലും ശരി, ആ ഒരു സീസണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള കമൻസുകളും ട്രോളുകളും അനുഭവിക്കേണ്ടി വരാറുണ്ട്. അതിനുശേഷം അവർ ആ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവർ പറയാറുള്ള ഒട്ടുമിക്ക എല്ലായിടത്തും, ഇപ്പോൾ ഈ സീസണിൽ തന്നെ അനുമോൾ മാത്രമാണോ ഒരുപാട് അനുഭവിച്ചേ? ഒരിക്കലുമല്ല. RJ ബിൻസി, അതുപോലെ ശൈത്യ, ഇവർ മാത്രമല്ല, അനീഷ് ഈ പറയുന്ന അനുമോള് കാരണം കുറേ കേട്ടു. അല്ലെങ്കിൽ അനുമോളുടെ ഫാൻസ് അനീഷിനെ കുറേ പറയുന്നുണ്ട്, അനീഷിൻ്റെ ഫാൻസ് അനുമോളെ കുറച്ച് പറയുന്നുണ്ട്, കുറച്ചല്ല കൂടുതൽ പറയുന്നുണ്ട്, അങ്ങനെ കുറിച്ച് പറയുന്നുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങോട്ടും ഒരു ഫാൻ ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ ഫാൻ ഫൈറ്റിനുപരി നിങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോം മനസ്സിലാക്കുക. ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്നവരാണ് ആ ഒരു പ്രോഗ്രാമിനെ, അല്ലെങ്കിൽ 100 ദിവസം നമുക്കിങ്ങനെ അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടോ, ഇനി ഒരാളെ മറ്റൊരാളിൽ നിന്ന് ജയിക്കാൻ വേണ്ടി എന്തൊക്കെ സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ ബ്രെയിനിൽ നമ്മളിങ്ങനെ കണ്ട്
അങ്ങനെ ആ ഒരു ഗെയിമിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഫാൻ ഫൈറ്റ് ഒഴിവാക്കിയിട്ട് കറക്റ്റായിട്ട് ഗെയിം കളിക്കുന്ന, സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്ന, കണ്ണിങ് ആവുന്ന ഒരാൾക്ക് നിങ്ങൾ വോട്ട് കൊടുക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ഇത്രയൊക്കെ തള്ളി മറിച്ച സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ അതേ നോക്ക്, ബിഗ് ബോസിൽ ജയിച്ച 2 അതിൽ കൂടുതൽ പേര് പലയിടത്തായിട്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, പിന്നെ അഖിൽ മാരാർ, ഇവർ രണ്ടുപേരും ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു വിജയം നേടിയ വ്യക്തികളാണ്. ഇപ്പം ഡോക്ടർ റോബിൻ കപ്പൊന്നും കൊണ്ടുപോയിട്ടില്ല, ശരിയാണ്, പക്ഷെ ആ സീസൺ അതറിയപ്പെടുന്നത് ഡോക്ടർ റോബിൻ്റെ പേരിലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. BJP എന്ന് പറയുന്ന പാർട്ടിയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി മത്സരിക്കാൻ പാകത്തിന് ഈ ബിഗ് ബോസിൽ ജയിച്ചു എന്ന് പറയുന്ന കാർഡ് യൂസ് ചെയ്ത് പോകാൻ, അത് അത്രത്തോളം എത്തുന്ന ലെവലിലേക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന റീച്ച്, ബിഗ് ബോസ് എന്നുള്ള പ്രോഗ്രാമിൻ്റെ റീച്ച്, അതിൽ മത്സരിച്ച വ്യക്തികളുടെ റീച്ചൊക്കെ എത്തുന്നുണ്ട്. സോ ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ബിഗ് ബോസിനെ പ്രേമിക്കുന്ന, സ്നേഹിക്കുന്ന ആരാധകരുടെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇതിൽ ആര് ജയിക്കണം എന്നുള്ളത്. ബിഗ് ബോസിൽ മത്സരിച്ചു അല്ലെങ്കിൽ അവിടെ കുറച്ച് ആരാധകരെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് എത്താൻ പാകത്തിന് എന്താണ് ഇവരിലുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. സോ നമ്മുടെ അടുത്ത സീസൺ, ബിഗ് ബോസ് സീസൺ 8 വരാൻ ഇനിയും സമയം എടുക്കുന്നുണ്ട്. കാരണം അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും എങ്ങും എത്തിയിട്ടില്ല. ഓഡിഷൻ, അതായത് നമ്മുടെ പബ്ലിക് ഓഡിഷനൊന്നും ആയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ, സത്യസന്ധമായിട്ടുള്ള വല്ല ഡീറ്റെയിൽസും വരുവാണെങ്കിൽ ഞാൻ എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. സോ നമുക്ക് എന്തായാലും അനുമോൾക്ക് കാറ് കിട്ടിയ ആ ഒരു ഹാപ്പിനെസ്, അതിനൊപ്പം തന്നെ വിനുവിന് താറ് കിട്ടിയ ഹാപ്പിനെസ്സും കൂടെ നമുക്ക് സന്തോഷത്തോടെ ആഘോഷിക്കാം. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള കമൻസുകൾ, നിങ്ങളുടെ തോട്ട്സുകൾ എല്ലാം ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, ബിഗ് ബോസ് ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കമൻസ് ഒക്കെ ഇടുക, സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.